ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ചധികം വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ദോശ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടതിന് നമ്മൾ സ്വന്തം ദോശ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ രാവിലെ കൂടുതലും പത്തിരി, ദോശ, പുട്ട്, പിന്നെ ഇടയ്ക്കൊക്കെ ഉഴുന്ന ദോശ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ ഒരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ കൂടുതലും ഉണ്ടാക്കൽ. അല്ലാതെ വേറെ പരീക്ഷണങ്ങളൊന്നും അങ്ങനെ നടത്തലില്ല. വേറൊന്നുമില്ല, ആർക്കും വല്ലാണ്ട് തന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇഷ്ടമുള്ള ഐറ്റംസ് തന്നെ കേട്ടോ രാവിലെ എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കൽ. അങ്ങനെ പുറത്ത് നല്ലൊരു മഴ പെയ്യുന്നുണ്ട്. വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് കാണില്ല, എന്നാലും അത്യാവശ്യം നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പം വീഡിയോ എടുക്കാനും മഴ കാണണമെങ്കിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് മുറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരണം. എല്ലാ ഭാഗത്തും താർപ്പായും ഷീറ്റൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ശരിക്കും മഴ കാണണമെങ്കിൽ മുറ്റത്തേക്ക് നല്ലോണം ഇറങ്ങി വന്നാലേ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ഐബും എണീറ്റ് വന്നിട്ടുണ്ടായിന്. അവനിതാ എണീറ്റൊക്കെ വന്ന് പല്ലൊക്കെ തേച്ച് അങ്ങനെ ഇരിക്കട്ടോ. അവന് രാവിലത്തെ ചായൻ്റെ കാര്യത്തിൽ വളരെ ഡീസൻ്റാണ്. എപ്പോഴും എണീറ്റ് വന്ന അപ്പം തന്നെ നമ്മൾ ഓനെ എണീക്കുമ്പോൾ മിക്ക ദിവസവും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഓനങ്ങനെ ഒരുമിച്ച് നമ്മൾ ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ നമ്മളെ കൂടെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഓൻ ഒറ്റയ്ക്ക് സ്റ്റൂളിൽ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കിട്ടോ രാവിലത്തെ ഒരു സമയത്ത് മാത്രം. അല്ലാത്ത സമയത്തൊക്കെ നമ്മളിങ്ങനെ ബാക്കിൽ നടന്ന് അങ്ങനെ കൊടുക്കണം. രാവിലെ മാത്രം ഓന് വേഗത്തിൽ അങ്ങനെ കഴിച്ചോളും. പിന്നെ എഴുന്നേറ്റ് വരുന്ന ഒരു വിശപ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ അങ്ങനെ കഴിക്കിട്ടോ. അപ്പം ദോശയൊക്കെ നല്ല ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിക്കാനൊക്കെ. പുട്ടൊക്കെ ആകുമ്പോഴാണ് നിലത്തൊക്കെ ആക്കിയിട്ട് അങ്ങനെ ആവില്ല. ദോശ ആകുമ്പോൾ എനിക്ക് തന്നെ കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അമ്ലു മദ്രസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഓനിതാ ഒറ്റയ്ക്ക് ഇരുന്ന് ദോശയും ചായയൊക്കെ കുടിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ദോശയിൽ ഇങ്ങനെ കറിയൊന്നുമല്ല കേട്ടോ, എനിക്ക് കറീൻ്റെ ഒരു ചെറിയൊരു അംശം പോലും കാണാൻ പറ്റില്ല. അപ്പോൾ കറിയൊന്നുമല്ല, ചെറിയൊരു കളർ മാറ്റം എന്തോ തോന്നിയിട്ട് ഇന്നെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ തരിക. കറി ആരാക്കിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് എൻ്റെ കയ്യിൽ അങ്ങനെ ആ ഒരു കഷ്ണം മാത്രം മുറിച്ച് മാറ്റിയിട്ട് അങ്ങനെ തരാണ് കേട്ടോ. അപ്പോൾ അതിൽ കറിയൊന്നും ആയിട്ടില്ല കേട്ടോ, ചെറിയൊരു എന്തോ ഒരു കളറ് പോലെ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ മാറ്റി കൊടുത്തപ്പോൾ അവന് ബാക്കിയുള്ള ദോശയൊക്കെ വേഗത്തിൽ അങ്ങ് കഴിച്ചിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളും ചായയൊക്കെ കുടിച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ ഐബു എൻ്റെ റിമോട്ട് കാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലെ ബാറ്ററി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5-6 ബാറ്ററി ഇടണം അതിൽ കേട്ടോ. അപ്പം നമുക്ക് വാങ്ങിയാൽ ഒരു മുതലാവാത്ത മാതിരിയാണ്. ഒരു ബാറ്ററി ഇട്ട് കണ്ടാൽ പിന്നെ അത് തീർന്നവരെ അത് വെച്ചിട്ടുള്ള കളികളായിരിക്കും. ഇപ്പം ചാർജും ബാറ്ററിയൊക്കെ തീർന്നുകൊണ്ട് അതൊരു മൂലക്കുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് ഇനി വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഓരോരോ പരാതികളും പരിഭവങ്ങളൊക്കെ അങ്ങനെ പറയാണ്. അതിൻ്റെ ഇടയിൽ അമ്ലു മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിന്. അപ്പം ഓക്ക് ഈ ഒരു മോഡലിൽ ഓളൊരു മോഡൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ആ രീതിയിൽ തന്നെ മുടി കെട്ടണം എന്നൊക്കെ പറഞ്ഞപ്പം നാത്തൂനിതാ അങ്ങനെ കെട്ടിക്കൊടുക്കുക. ചെറുപ്പത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ കെട്ടി കൊടുക്കലുണ്ടായിന്. അപ്പോൾ അതെന്തോന്ന് ഓർമ്മ വന്നിട്ട് അങ്ങനെ തന്നെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ അതേ രീതിയിലൊക്കെ അങ്ങനെ കെട്ടി കൊടുക്കണ്ടായിന്. ഇപ്പം മുടി കുറച്ച് വളർന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മോഡൽ കെട്ടാൻ കുറച്ചൊരു പണിയാണ് കേട്ടോ. അപ്പോൾ 2-3 റിബണൊക്കെ വെച്ചിട്ട് അവൾ വിചാരിച്ച പോലെയൊക്കെ അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. മുടികെട്ടലൊക്കെ കഴിഞ്ഞ് അവൾ ഏകദേശം വിചാരിച്ച പോലെയൊക്കെ തന്നെ ആയിന് കേട്ടോ. ഇപ്പോൾ അവൾക്ക് കഞ്ഞി കൊടുക്കൽ, നമ്മൾ പാറ്റലരിൻ്റെ ആ ഒരു കഞ്ഞിയില്ല അതാട്ടുണ്ടാക്കൽ. അപ്പോൾ അതാകുമ്പോൾ ഒക്കെ വേഗത്തിൽ അങ്ങ് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും നമ്മൾ നിർബന്ധിക്കുന്നതിനോണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെയായിട്ട് കുടിച്ചോളും. കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞപ്പം ഓള് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുക. തൊട്ടടുത്തുള്ള വീട്ടിലെ മക്കളാട്ടോ, ഓരങ്ങനെ വന്നിട്ട് അവളെ വെയിറ്റ് ചെയ്യുന്നു കുറച്ച് സമയമായിട്ട്. അങ്ങനെ ഓരോരുമിച്ച് സ്കൂളിലേക്കൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിന്. അപ്പം ഐബും അതിനും അവിടെ വേറെ എന്തൊക്കെയൊക്കെ പരിപാടിയിലാണ്. ഒരു മുറ്റത്തുള്ള കളിയാൽ എല്ലാവരും രണ്ടാളും നല്ല ഒരുമയിലാണ് കേട്ടോ. അകത്തുനിന്നാണെങ്കിൽ എന്തെങ്കിലും ടോയ്സ് എടുക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ അടി ഉണ്ടാക്കി കൊണ്ടുവയ്ക്കും. മുറ്റത്ത് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. മണ്ണിലായാലും ഇതിലായാലും ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് അവിടുന്ന് മാത്രം ഭയങ്കര ഒരുമയിലാട്ടോ അല്ലെ കളികളൊക്കെ ഉണ്ടാവുക. അതിനിടയ്ക്ക് അമ്മ ചക്ക മുറിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ. അപ്പം അല്ലൊക്കെ ഈരി അങ്ങനെ കൊണ്ടുവന്ന ഇന്ന് 10 മണിക്ക് ചക്ക കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറേ വീഡിയോയിൽ അങ്ങനെ ഷെയർ ആക്കിയിരുന്നു കേട്ടോ. നമ്മളിപ്പം എല്ലാ വർഷവും ഒരു 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് ചക്ക കൂട്ടാൻ അങ്ങനെ ഉണ്ടാക്കലുണ്ട്. വീട്ടിൽ തന്നെ ചക്ക ഉള്ളതുകൊണ്ട്
അത് വെറുതെ കേടായി പോകണ്ടല്ലോ. പിന്നെ ഇവിടെ നമുക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 10 മണിക്കൊക്കെ ചക്ക കൂട്ടാനും കഞ്ഞിയൊക്കെ അങ്ങനെ കുടിക്കാൻ നല്ല രസമാണല്ലോ. അപ്പം ഉമ്മ കുരുവും ഇതൊക്കെ മാറ്റി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ അടുക്കതാ ഞാൻ ഞങ്ങളെ പുതിയ വീടിൻ്റെ ടെറസിൽ കുറേ ചണ്ടി ചമ്മൽ അങ്ങനത്തതൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടായി കേട്ടോ. എന്നിട്ട് വെള്ളം അങ്ങനെ ടെറസിൽ കെട്ടി നിൽക്കണ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പുതിയ വീട്ടിലേക്ക് അങ്ങനെ വന്നതാണ്. അപ്പം സ്റ്റെയറിൻ്റെ പണികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴെങ്കിലും വീട് മാത്രമായിട്ട് വീഡിയോ അങ്ങനെ ചെയ്യണ്ടേ. അതാ ടെറസിൽ ഇങ്ങനെ അതാ ചമ്മലുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കണ പോലെയാണ്. അപ്പം അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയാൽ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം അങ്ങനെ പോവുമല്ലോ. അതിൻ്റെ ഉള്ളിലൊക്കെ ചമ്മലിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഒരുപാടൊന്നും വൃത്തിയാക്കിയില്ലെങ്കിലും ചെറുതായിട്ട് ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പം ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ഏകദേശം റെഡിയാക്കിയിട്ട് അങ്ങനെ തിരിച്ചു പോകുന്നതേനെ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, നമുക്ക് കൊള്ളാൻ പാകത്തിലുള്ള മഴയുള്ളൂ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എന്നിട്ട് നമ്മൾ താഴേക്ക് തന്നെ തിരിച്ചു പോകുന്നതിന്. ചക്ക നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അതിലേക്കുള്ള അരപ്പ് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഈ അരപ്പ് റെഡിയാക്കുന്ന വീഡിയോ ഒക്കെ എത്രയോ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും നല്ല ജീരകവും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കൂട്ട് ഞാൻ എത്രയോ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ അരക്കുന്ന അതൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇന്ന് ഉച്ചക്കേക്ക് നമ്മൾ പയർ ഉപ്പേരി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊരു ഭാഗത്ത് നിന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അരപ്പ് അതിലേക്ക് ചേർത്തിട്ട് ചക്ക നന്നായിട്ട് അങ്ങനെ ഉടച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഉടച്ചിട്ട് അങ്ങനെ കഴിക്കാൻ കേട്ടോ നമുക്കിഷ്ടം. കൂട്ടാനും പോലെ അങ്ങനെ ഉണ്ടാവില്ലേ, നല്ലോണം ഉടച്ച് ഇതാക്കി എടുത്തിട്ട് കൂട്ടാനാക്കിയിട്ട് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അപ്പം അതുകൊണ്ട് നമ്മളുണ്ടാക്കിയ അരപ്പ് മൊത്തം ചക്കയിലേക്ക് അങ്ങനെ ഇട്ടെടുത്തിട്ട് ഉമ്മതാ കയ്യിലുകൊണ്ട് നല്ലോണം മിക്സാക്കുകയാണ്. അപ്പോൾ ആ കൂട്ടാൻ ഇതേപോലെ നല്ലോണം ഉടച്ചൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇത് ചൂടോട് കൂടിയിട്ട് അങ്ങനെ കഴിക്കാനാട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിതാ ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കുള്ള പ്ലേറ്റും ഗ്ലാസും പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കാനുള്ള പരിപാടികൾ നോക്കുകയാണ്. ഒരു ഭാഗത്തുള്ള നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പ്ലേറ്റും പാത്രങ്ങളും ഒക്കെ എടുത്ത് വെച്ച് അത് തിന്നാനുള്ള പരിപാടി നോക്കുക. അപ്പം അത് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയല്ലേ, അപ്പം തേങ്ങേൻ്റെ ആ ഒരു പച്ചമണം തിരി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. ഇപ്പം കുറേശ്ശെയായിട്ട് പ്ലേറ്റിൽ അങ്ങനെ വിളമ്പി വെക്കുക. ഓരോരുത്തരോരോരുത്തർ നമ്മളെല്ലാവർക്കും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കണമല്ലേ വേറെ രസം. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പം ആ ഒരു രസം കിട്ടില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓരോന്ന് സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാട്ടോ നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കൽ. ഇങ്ങനത്തെ ഒന്നുമില്ല, സ്പെഷ്യലായിട്ട് എന്ത് സംഗതികളുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് തന്നെ കേട്ടോ കഴിക്കൽ. അപ്പോൾ അതാ കൂട്ടാനൊക്കെ വിളമ്പിച്ച് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിന്. ചൂടോട് കൂടി ആയിട്ടാണോ അറിയില്ല, ചക്ക നല്ല രസമുണ്ടായിന്. നമ്മളിപ്പോൾ മഴ ഒന്നും പെയ്തെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും പോയിട്ടില്ലേന്. നല്ല രസമുണ്ടായിന് കേട്ടോ. ചക്കക്കൂട്ടാനും കഞ്ഞും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തലേ ദിവസത്തെ വെത്തൽ മീൻ പൊരിച്ചതുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മളെല്ലാവരും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ചക്കയൊക്കെ കഴിച്ചിട്ടാവും. ഇനിയിപ്പം ഉച്ചയ്ക്ക് ചോറൊക്കെ കുറച്ച് ലേറ്റായിട്ട് മതി. നമ്മളെല്ലാവരും അത്യാവശ്യം നല്ലോണം വയറ് ഫില്ലായിട്ടുണ്ട് ചക്കയൊക്കെ കൂട്ടിയിട്ട് തന്നെ. ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള ഏകദേശം എല്ലാ പണികളും തീർന്നിട്ടുണ്ടായിട്ടോ. ചോറും പിന്നെ നമ്മളെ വറുത്തരച്ച ചിക്കൻ കറിയും പയറുപ്പേരും പിന്നെ പരിപ്പിൻ്റെ കറിയുണ്ട് കേട്ടോ ഇന്നലത്തെ. അതും ഒക്കെ ആയിട്ട് ഉച്ചക്കത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ടായിന്. ഇനിയിപ്പം കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് നിലം ഒന്ന് തുടച്ചിടാനുള്ള പരിപാടികളുള്ളൂ. അപ്പം ഏകദേശം എല്ലാം കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇനിയിപ്പം അടിഭാഗം ഒന്ന് അടിച്ചു വായിട്ടിട്ടുണ്ടായിട്ടോ. അതൊന്ന് തുടക്കാനുള്ള അവസാനഘട്ട പരിപാടിയിലാണ്. അങ്ങനെ ആ കിച്ചണും മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിന്. അപ്പം കിച്ചണായതുകൊണ്ട് 2-3 പ്രാവശ്യം ആക്കിയിട്ടാട്ടോ തുടക്കൽ. ഏറ്റവും കൂടുതൽ
നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലവും എണ്ണമയവും ഒക്കെ എപ്പോഴും ഉണ്ടാകുന്നൊരു ഏരിയ ആണല്ലോ കിച്ചണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ കിച്ചണ് മൊത്തത്തിൽ അങ്ങ് തുടച്ചെടുത്ത് നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ അങ്ങ് തീർത്തിട്ടുണ്ടായിട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് കാര്യങ്ങൾ ഒക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇനിയും ഇതുപോലത്തെ വീഡിയോസ്, റെസിപ്പീസ്, വ്ളോഗ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.